ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു പെപ്പ് ലേണിംഗ്. ഓക്കെ, പെപ്പ് ലേണിങ്ങിൻ്റെ ഒരുപാട് വീഡിയോകൾ അഡ്മിഷൻ നടക്കുന്ന സമയത്ത് ഒരുപാട് വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ വർഷം വളരെ ഡിഫറെൻ്റ് ആയിട്ട് തന്നെ എക്സാമുകൾ പല സമയങ്ങളിൽ പല യൂണിവേഴ്സിറ്റികൾ വിളിക്കുന്നു. അതിനിടയിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, എക്സാം ഡേറ്റ് നീളുന്നു, ആപ്ലിക്കേഷൻ പ്രോസസ് നീളുന്നു. അതിനെല്ലാം കൊണ്ടും ഈ പറയുന്ന ഡിഗ്രി ഫൈനൽ ഇയേഴ്സിനൊക്കെ എല്ലാം കൊണ്ടും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സാമിനേഷനാണ് ഈ വർഷം ജാമിയ മില്ലിയ ഇസ്ലാമിയയുടെ എൻട്രൻസ് എക്സാമിനേഷൻ. നേരത്തെ എക്സാമിനേഷൻ മെയിൽ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തു ഈ വരുന്ന ജൂണിലേക്ക്. അപ്പോൾ എല്ലാ തിരക്കുകളും കഴിഞ്ഞ് ജൂൺ ഒരു മാസം നല്ലപോലെ വൃത്തിക്ക് ഇരുന്ന് പഠിക്കാനൊക്കെ വേണ്ടിയുള്ള എക്സാമാണ് ജാമിയ മില്ലിയ ഇസ്ലാമിയ. നമുക്കറിയാം, ഇന്ത്യയിൽ തന്നെ ഏറ്റവും നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂട്ട് സൈക്കോളജി പഠിക്കാൻ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ജാമിയ മില്ലിയ ഇസ്ലാമിയ. ജാമിയ മില്ലിയ ഇസ്ലാമിയക്കകത്ത് നമുക്കറിയാം CUT അണ്ടറിലല്ല, അതുകൊണ്ട് തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എൻട്രൻസ് എക്സാമുകളാണ്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കഴിഞ്ഞ വർഷം മുതൽ എന്തുണ്ട്, കേരളത്തിൽ സെൻറ്ററും ഉണ്ട് സൈക്കോളജിക്കൊക്കെ. അതുകൊണ്ട് തന്നെ ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് വരുന്ന ഒരു എക്സാമിനേഷനാണ് ജാമിയ മില്ലിയ ഇസ്ലാമിയ. നമുക്കറിയാം, ജാമിയ മില്ലിയ ഇസ്ലാമിലെ കോഴ്സ് എന്ന് പറയുന്നത് MA അപ്ലൈഡ് സൈക്കോളജിയാണ്. അപ്ലൈഡ് സൈക്കോളജി എന്താ പറയുക, ഡ്രീം ചെയ്യുന്ന ഒരുപാട് പേർക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ജാമിയ മില്ലിയ ഇസ്ലാമിലെ MA അപ്ലൈഡ് സൈക്കോളജി. എന്തിനാണ് ഈ ഒരു വീഡിയോ എന്ന് ചോദിച്ചാൽ, നിങ്ങൾ എല്ലാവരും നിർബന്ധമായി കണ്ടിരിക്കേണ്ട വീഡിയോ ആണ്. കാരണം എന്തെന്ന് വെച്ചാൽ, നമുക്കറിയാം CUTക്കകത്തൊരു സിലബസ് പറയുന്നു, അതുപോലെ തന്നെ ജാമ്യക്ക് വേറെ സിലബസ് പറയുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് അത് വേറെ രീതിയിൽ കാണുന്നു. അപ്പോൾ എങ്ങനെയാണ് ജാമിയ മില്ലിയ ഇസ്ലാമിയയിൽ നമ്മൾ എങ്ങനെയാണ് ഒരു എൻട്രൻസ് എക്സാം സൈക്കോളജി ക്രാക്ക് ചെയ്യാം എന്നാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് സിലബസിലൂടെ പറയാൻ പോകുന്നത്. യെസ്, നമുക്കറിയാം ജാമ്യയുടെ സിലബസ് വെബ്സൈറ്റിനകത്ത് നല്ല വൃത്തിക്ക് പറഞ്ഞിട്ടുണ്ട്. ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ ആയിരിക്കും, പൂർണ്ണമായും 100 ക്വസ്റ്റ്യൻസ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും. അത് 90 മിനിറ്റുള്ള എക്സാമിനേഷൻ ആയിരിക്കും. മാക്സിമം മാർക്ക് 100 മാർക്കിലായിരിക്കും. അതിൽ 80 മാർക്ക് വരെ, ഓക്കെ, 80 മാർക്ക് വരെ സൈക്കോളജി, 80 മാർക്ക് സൈക്കോളജി ആയിരിക്കും. ബാക്കിയുള്ള 20 മാർക്കാണ് ഈ പറയുന്ന ജനറൽ നോളജ്, കറണ്ട് അഫെയർ, അതുപോലെയുള്ള ജാമ്യ ഹിസ്റ്ററി റിലേറ്റഡ് സാധനങ്ങൾ. ഇതെല്ലാം അനുസരിച്ചിട്ടുള്ള ടോട്ടൽ 100 മാർക്കിനുള്ള 100 ക്വസ്റ്റ്യനുള്ള 100 മാർക്കിനുള്ള എക്സാം ആയിരിക്കും ജാമ്യത്തിൽ ഉണ്ടായിരിക്കാം. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നെഗറ്റീവ് മാർക്കിംഗ് ആണ്. യെസ്, എന്തായാലും നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കും. 0.25 ആയിരിക്കും. അതായത് 4 ഭാഗം തെറ്റായി കഴിഞ്ഞാൽ പോകും എന്നുള്ളതാണ് 0.25 എന്ന് പറഞ്ഞത്. നമ്മൾ CUT എഴുതി, CUTക്കകത്ത് എൻ്റെ ഡിഫറെൻ്റ് ആയിരുന്നു മാർക്കിംഗ് സിസ്റ്റം. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ടോട്ടൽ 75 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതിനകത്തൊരു ക്വസ്റ്റ്യൻ 4 മാർക്കായിരുന്നു, 1 മാർക്കായിരുന്നു റിഡക്ഷൻ ആയിട്ടുണ്ടായിരുന്നു നെഗറ്റീവ് മാർക്കിംഗ്. പക്ഷേ ജാമ്യയിൽ എൻ്റെ ഡിഫറെൻ്റ് ആണ്, 100 ക്വസ്റ്റ്യൻ ആണ്. 1 മാർക്കാണ്, 1 മാർക്കിന് 0.25 ആണ് റിഡക്ഷൻ ഉണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ എക്സാമിന് ഫോക്കസ് ചെയ്യുന്ന, എക്സാം എഴുതാൻ പോകുന്ന എല്ലാവരും ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും ആലോചിച്ച് വെക്കേണ്ടതാണ്. നമുക്ക് നോക്കാം, ഈ പറയുന്ന 20 മാർക്കിന് നമുക്ക് എങ്ങനെ ക്രാക്ക് ചെയ്യുന്നുള്ള പല പ്ലാനുകൾ നമുക്ക് വീഡിയോകൾ നമുക്ക് കാണാം. ഈ 80 മാർക്ക് എന്ന് പറയുന്നത് അത് എവിടേക്ക് വരും എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യെസ്, ജനറൽ സൈക്കോളജി അവരുടെ സിലബസ് പ്രകാരമുള്ളതാണ്. അതിനപ്പുറത്ത് എങ്ങനെയായിരിക്കും സിലബസ് പറയുന്നതാണോ അല്ലെങ്കിൽ അതിനപ്പുറത്ത് നമ്മൾ ഇനി പഠിക്കണമെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ജനറൽ സൈക്കോളജി. യെസ്, ജനറൽ സൈക്കോളജി നമുക്കറിയാം ഒരുപാട് ചാപ്റ്റേഴ്സ്, 10-12 ചാപ്റ്റർ അടങ്ങുന്ന ഒരു ഏരിയയാണ് ജനറൽ സൈക്കോളജി എന്നുള്ളത്. നമുക്ക് ഓരോ ഏരിയകൾ നോക്കാം, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ, ജനറൽ സൈക്കോളജി ഒന്നാമത്തെ സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ എന്നാണ് പറയുന്നത്. സെൻസേഷൻ പെർസെപ്ഷൻ അറിയാം, അതിനകത്ത് എന്തൊക്കെ പഠിപ്പിക്കും, സെൻസേഷൻ പെർസെപ്ഷൻ സൈക്കോ ഫിസിക്സ് അടക്കമുള്ള എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയയാണ് സെൻസേഷൻ പെർസെപ്ഷൻ. ലേണിംഗ്, ക്ലാസിക് കണ്ടീഷനിങ്, പാര കണ്ടീഷനിങ് അടക്കമുള്ള ഒരുപാട്, കോഗ്നിറ്റീവ് ലേണിംഗ് അടക്കമുള്ള ഒരുപാട് ഏരിയകളിൽ ചോദിക്കുന്നതാണ് ലേണിംഗ്. മെമ്മറി മോഡൽസ്, മെമ്മറി ഫോർഗറ്റിംഗ് പോലുള്ള ഒരുപാട് കാര്യങ്ങൾ. കോഗ്നിഷൻ, CUTയിൽ കാണാത്തൊരു പ്ലാനാണ് കോഗ്നിഷൻ. കോഗ്നിഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, CUTയിൽ പഠിക്കുന്നുണ്ടായിരിക്കാം. കോഗ്നിഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ പ്രോബ്ലം സോൾവിങ്ങും, തിങ്കിങ്, റീസണിങ്, ഡിഫറെൻ്റ് ആയ തോട്ട് പ്രോസസ്സുകൾ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും കോഗ്നിഷനകത്ത് ഉണ്ടായിരിക്കുക. ഓക്കെ, ഡിഫറെൻ്റ് ആയിട്ടുള്ള സോഷ്യൽ കോഗ്നിഷൻ റിലേറ്റഡ് സാധനങ്ങളൊക്കെ ആയിരിക്കും കോഗ്നിഷൻ. ഹ്യൂറിസ്റ്റിക്സ്, അതുപോലെ തന്നെ ആങ്കറിങ്, അഡ്ജസ്റ്റ്മെൻറ്റ് പോലുള്ള സാധനങ്ങളൊക്കെ ഈ ഒരു കോഗ്നിഷൻ. സം തിയറീസ്, നമ്മൾ പിയാഷയെ കുറിച്ച് പഠിക്കുമ്പോൾ ലാംഗ്വേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്ന സമയത്തൊക്കെ കോഗ്നിഷൻ എന്ന ഭാഗം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. ഇൻ്റലിജൻസ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇൻ്റലിജൻസിനകത്തുള്ള പ്രധാനപ്പെട്ട തിയറീസും ആൻഡ് അസസ്മെൻറ്റ്സും മാത്രമായിരിക്കും ഇൻ്റലിജൻസ് ചോദിക്കുന്നതായിരിക്കുക. ഇമോഷണൽ തിയറീസ്, ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് ജനറൽ സൈക്കോളജിയിൽ വരിക എന്നാണ് പറയുന്നത്. നിങ്ങൾ ഓർത്ത് വെക്കുക, ഇതിനകത്ത് ചെറിയൊരു ചതിയുണ്ട്. ചതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട് ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി. ഓക്കെ, CUT നമ്മൾ പഠിച്ചതിന് ഫസ്റ്റത്തെ 3 ചാപ്റ്ററിന് എന്ത് ചെയ്യുന്നില്ല, അവർ സ്പെസിഫൈ ചെയ്യുന്നേ ഇല്ല. ഫസ്റ്റത്തെ 3 ചാപ്റ്ററിന് സ്പെസിഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇൻട്രൊഡക്ഷൻ സൈക്കോളജിക്കകത്തുള്ള സ്കൂൾസ് ഓഫ് തോട്ട്, ഹിസ്റ്ററി ഓഫ് സൈക്കോളജി, അതുപോലെ ബ്രാഞ്ചസ് ഓഫ് സൈക്കോളജി ആൻഡ് അതുപോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ എന്തിൽ വരും, ഇൻട്രൊഡക്ഷൻ സൈക്കോളജി, ജനറൽ സൈക്കോളജി പാഠത്തിനകത്ത് വരുന്നതാണ്. ഓക്കെ, അത് ഓർത്ത് വെക്കുക. ഒന്നുകൂടെ ഓർത്ത് വെക്കുക, സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നസ്. SOC-നകത്ത് എല്ലാ വർഷവും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നസ്, ഡ്രീം, സ്ലീപ്പ് അടക്കമുള്ള തിയറീസ് അടക്കമുള്ള ഭാഗങ്ങളിൽ നിന്നും ചോദിക്കാറുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യുക, ഈ പറയുന്നതിലല്ലാതെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കാം.
ദെൻ അടുത്തൊരു ഏരിയ എന്ന് പറയുന്നത് സോഷ്യൽ സൈക്കോളജി ഇസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ദെൻ CUTക്ക് ഇല്ലാത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് സോഷ്യൽ സൈക്കോളജി. ഓക്കെ, സോഷ്യൽ സൈക്കോളജിക്കകത്ത് ഈ പറയുന്നത് മാത്രമല്ല, എല്ലാ ഏരിയയും ഇതിൻ്റെ ബ്രീഫ് ഹിസ്റ്ററി മുതൽ നാച്ചുറൽ മുതൽ ആറ്റിറ്റ്യൂഡ്, ദെൻ ആറ്റിറ്റ്യൂഡ് തിയറീസ്, ആറ്റിറ്റ്യൂഡ് കോമ്പണൻസി, ആറ്റിറ്റ്യൂഡുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ, ദെൻ പ്രെജുഡൈസ്, ഡിസ്ക്രിമിനേഷൻ ആൻഡ് അതുപോലുള്ള കാര്യങ്ങൾ, സ്റ്റീരിയോടൈപ്പ് പോലെ സാധനങ്ങൾ, ഗ്രൂപ്പ് ആൻഡ് ഗ്രൂപ്പ് നോംസ്, ഗ്രൂപ്പ് സോഷ്യൽ ഇൻഫ്ലുവൻസ്, സോഷ്യൽ ഫെസിലിറ്റേഷൻ, സോഷ്യൽ പല സാധനങ്ങളും, ദെൻ ഇൻ്റർപേഴ്സണൽ അട്രാക്ഷൻ. ഓക്കെ, ഇതല്ലാത്ത ഈ ഇൻ്റർപേഴ്സണൽ അട്രാക്ഷൻ ചോദിക്കാറുണ്ട്. അതെല്ലാം തന്നെ വേറെ കുറേ കോംപ്ലൈൻസ് ടെക്നിക്കുകൾ എന്താണ്, സോഷ്യൽ പെർസെപ്ഷൻ എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോഷ്യൽ പെർസെപ്ഷനും സോഷ്യൽ ഇൻഫ്ലുവൻസും. ഓക്കെ, ഇതും കൂടി എന്തിൽ വരും, ഈ സോഷ്യലിനകത്തേക്ക് വരും. ദെൻ ഈ സോഷ്യൽ പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ OBയുമായി റിലേറ്റഡ് വരുന്നതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ OBയിലോട്ടും പോകും എന്നുള്ളതാണ്. ദെൻ നമ്മളിവിടെ എന്ത് ഉണ്ടായിരുന്നില്ല, ജനറൽ സൈക്കോളജിക്കകത്ത് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഭാഗമായിരുന്നു മോട്ടിവേഷൻ അല്ലേ. മോട്ടിവേഷൻ ഇവിടെ എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത് വെച്ചാൽ, മോട്ടിവേഷൻ എന്ന് പറയുന്ന സമയത്ത് മോട്ടിവേഷൻ തിയറീസ് ആണ്. ആ മോട്ടിവേഷൻ തിയറീസ് നമ്മൾ എന്തിലേക്ക് വരും, ഈ പറയുന്ന വേറെ ചാപ്റ്ററിനകത്തേക്ക് കൊണ്ടുവന്നിട്ട് അങ്ങനെ പറയുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ജനറൽ സൈക്കോളജി പാർട്ടിനകത്തേക്ക് മോട്ടിവേഷൻ വരാറില്ല. ദെൻ അടുത്ത പറഞ്ഞ ഹെൽത്ത് സൈക്കോളജി. സോഷ്യൽ നമ്മൾ പഠിച്ചു, സോഷ്യൽ CUTക്ക് ഉണ്ടായിരുന്നില്ല. ദെൻ ഹെൽത്ത് സൈക്കോളജി ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ഭാഗം. ഹെൽത്ത് സൈക്കോളജിക്കകത്ത് ഈ പറയുന്ന പേര് പോലെ ഒന്നല്ല, സ്ട്രെസ് ആൻഡ് ഹെൽത്ത്. യെസ്, ഡെഫിനറ്റ്ലി സ്ട്രെസ്സും ഹെൽത്തുമായി ബന്ധപ്പെട്ട് ചോദിക്കും. ദെൻ ഹെൽത്ത് മോഡൽസ്. നിങ്ങൾ ചിലപ്പോൾ എന്തുണ്ടായിരിക്കും, ലാസ്റ്റ് വർഷം ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത് 2023 ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത ആൾക്കാർക്ക് ഒരുപാട് 4 5 അതിലധികമോ ചോദ്യങ്ങൾ സ്ട്രെസ് മോഡൽസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ഹെൽത്ത് മോഡൽസുമായി ബന്ധപ്പെട്ട്, ദെൻ പെയിൻ മാനേജുമായി ബന്ധപ്പെട്ട 2 ക്വസ്റ്റ്യനുകൾ കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഓർത്ത് വെക്കേണ്ടതെന്ന് വെച്ചാൽ ഇത്രയും കാര്യങ്ങൾ എന്തിൽ വരും, ഹെൽത്ത് സൈക്കോളജി വളരെ ഇമ്പോർട്ടൻ്റ് ഭാഗമാണ്. സോഷ്യലും ഹെൽത്തും എന്തുണ്ടായിരുന്നില്ല, CUTക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ CUT പഠിക്കാത്ത CUTക്ക് നിങ്ങൾ ബാക്കി ചാപ്റ്ററൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും, ഈ ചാപ്റ്റർ പഠിക്കാൻ സാധ്യത ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ചാപ്റ്റർ കൂടി പഠിക്കേണ്ടതാണ്. ദെൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് രണ്ടാമത്താണ് ഹെൽത്ത് സൈക്കോളജി. ഓക്കെ, ദെൻ അടുത്താണ് ഫിസിയോളജിക്കൽ സൈക്കോളജി. വളരെ ചെറുതായിട്ട് കൊടുത്ത് ഫിസിയോളജി, നെർവസ് സിസ്റ്റം, വിഷ്വൽ സിസ്റ്റം ആൻഡ് ഹിയറിംഗ്, സൊമാറ്റിക് സെൻസ്. നമ്മൾ എന്തൊക്കെ പഠിക്കുന്നുണ്ടോ ഫിസിയോളജിക്കകത്ത് എല്ലാം തന്നെ ഇതിന് ഗ്ലാൻസ്, എൻഡോക്രൈൻ ഗ്ലാൻസിനെ കുറിച്ചും അതുപോലെ തന്നെ ബ്രെയിനിൻ്റെ മുഴുവൻ പാർട്ടിനെ കുറിച്ചും, ദെൻ നെർവസ് സിസ്റ്റത്തെ കുറിച്ചും, സെൻട്രൽ നെർവസ് സിസ്റ്റത്തെ കുറിച്ചും, എല്ലാ നെർവസ് സിസ്റ്റത്തെ കുറിച്ചും, വിഷ്വൽ സിസ്റ്റം, ഹിയറിങ്ങും, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ചും എന്ത് വരും, ഈ പറയുന്ന ഫിസിയോളജിക്കകത്തും വളരെ ഡീറ്റെയിൽ ആയിട്ട് ജോമിയക്കകത്ത് ക്വസ്റ്റ്യൻ വരും. പക്ഷേ ഓരോ വർഷവും ക്വസ്റ്റ്യൻ വരുന്ന രീതി വ്യത്യാസം ഉണ്ടായിരിക്കും. പക്ഷേ ചിലപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും, ചിലപ്പോൾ കുറച്ച് ഇൻ ഡെപ്തിലെ ക്വസ്റ്റ്യൻ ആയിരിക്കും. ദെൻ നമ്മൾ ഈ പറയുന്ന ന്യൂറോണുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്നൊക്കെ അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് ചില വർഷങ്ങൾ വരാറുണ്ട്. കഴിഞ്ഞ വർഷങ്ങൾ വളരെ കുറവായിരുന്നു ക്വസ്റ്റ്യൻസ്, എങ്കിലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫിസിയോളജിക്കൽ സൈക്കോളജിക്കകത്ത്, അതായത് ബയോളജിക്കൽ ബേസ് ഓഫ് ബിഹേവിയർ, അല്ലെങ്കിൽ നമ്മുടെ ഫിസിയോളജിക്കകത്തൊന്നും അത്യാവശ്യം ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത. ദെൻ വീണ്ടും പറയുന്നു, CUTക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ വന്നു എന്നുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടായിരിക്കില്ല ഏതിൽ നമ്മുടെ ജാമ്യയിൽ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത്. ദെൻ അടുത്തൊരു അബ്നോർമൽ സൈക്കോളജി. സിമ്പിളായിട്ട് പറയുന്നത് സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ആൻഡ് തിയറീസ് ഓഫ് പേഴ്സണാലിറ്റി. ദെൻ ജാമ്യ, അലിഗഡ് അടക്കമുള്ള ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് പലപ്പോഴും അവർ പറയുന്ന ഈ തിയറീസ് ഓഫ് പേഴ്സണാലിറ്റി എന്ന് പറയുന്ന പലപ്പോഴും അബ്നോർമലിൻ്റെ ഭാഗത്തേക്ക് പെടുത്തിയിട്ട് പലപ്പോഴും പറയാറുണ്ട്. ഓക്കെ, ബേസിക്കലി ഇത് പേഴ്സണാലിറ്റി എന്ന ചാപ്റ്ററാണ്. പേഴ്സണാലിറ്റി ചാപ്റ്റർ ജനറൽ സൈക്കോളജി പറയുന്നില്ല. ദെൻ പേഴ്സണാലിറ്റി ചാപ്റ്റേഴ്സിൽ വരുന്ന കാര്യങ്ങളാണ്. ദെൻ സൈക്കോളജിക്കൽ ഡിസോർഡർ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് കേവലം സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് മാത്രമല്ല, അതിൻ്റെ അപ്പുറത്ത് എന്തൊക്കെ വരും, നമ്മുടെ ഹിസ്റ്ററി പാർട്ട് മുതൽ നമ്മൾ ടെർമിനോളജീസ്, ഹിസ്റ്ററി പാർട്ട്, അതുപോലെ നാച്ചുറൽ കോസ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളിലും സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ്, ഈ അബ്നോർമൽ സൈക്കോളജിക്കകത്ത് നിർബന്ധമായിട്ടും ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ദെൻ സൈക്കോളജിക്കൽ ഡിസോർഡർ എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട എല്ലാ ന്യൂറോട്ടിക് ആൻഡ് സൈക്കോട്ടിക് റിലേറ്റഡ് ഡിസോർഡർ, ദെൻ നമ്മുടെ സബ്സ്റ്റൻസ് അബ്യൂസ് ഡിസോർഡർ, ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ അടക്കമുള്ള കാര്യങ്ങളൊക്കെ എന്തിൽ വരും, നമ്മുടെ സൈക്കോളജിക്കൽ ഡിസോർഡറിനകത്ത് ക്വസ്റ്റ്യൻ ആയിട്ട് വരും. ദെൻ തിയറീസ് ഓഫ് പേഴ്സണാലിറ്റി. ബേസിക്കലി പേഴ്സണാലിറ്റി പലപ്പോഴും ഒരു വലിയ ചാപ്റ്ററായിട്ട് വേറെ തന്നെ പഠിക്കുന്ന ഒരു ഭാഗമാണ്. തിയറീസ് ഓഫ് പേഴ്സണാലിറ്റിക്കകത്ത് ഈ പറയുന്ന എല്ലാ തിയറി, സൈക്കോ അനാലിസിസ് തുടങ്ങി ദെൻ സൈക്കോ ഡൈനാമിക് തിയറി, ബിഹേവിയറൽ തിയറി, കോഗ്നിറ്റീവ് തിയറി, ടൈപ്പ് തിയറി എന്നടക്കമുള്ള എല്ലാ തിയറികളും അടക്കമുള്ള വരുന്ന ഒരു ഏരിയയാണ് തിയറീസ് ഓഫ് പേഴ്സണാലിറ്റി എന്നുള്ളത്. ദെൻ നമ്മൾ സിലബസിന് മുറിച്ച് നോക്കുകയാണെങ്കിൽ ബേസിക്കലി നമ്മൾ ഇതൊരു ചാപ്റ്റർ ഡിഫറൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് തന്നെയാണ്. പേഴ്സണാലിറ്റി നമ്മൾ ഫസ്റ്റ് ജനറൽ സൈക്കോളജിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് മെൻഷൻ ചെയ്യുന്നില്ല ജാമ്യക്കകത്ത്, പക്ഷേ ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും വരും. ദെൻ അടുത്തൊരു ഭാഗമാണ് ഓർഗനൈസേഷൻ സൈക്കോളജി. അടുത്ത നമ്മുടെ ഈ പറയുന്ന CUTക്ക് ചോദിക്കാത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്ററാണ് ഓർഗനൈസേഷണൽ സൈക്കോളജി, ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്നുള്ളത്. അതിനകത്തൊന്നും നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ,
മോട്ടിവേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടന്റ് തിയറി ദെൻ പ്രോസസ് തിയറി അടക്കം അതിനൊക്കെയുള്ള ഒരുപാട് തിയറികൾ 10-12 തിയറികൾ എന്തിൽ വരും, ഈ പറഞ്ഞ മോട്ടിവേഷനിൽ വരും. ദെൻ ജോബ് സാറ്റിസ്ഫാക്ഷൻ റിലേറ്റഡ് സാധനങ്ങൾ, സ്ട്രെസ്, ലീഡർഷിപ്പ് ആൻഡ് OB മോഡൽസ്. ഓക്കെ, ഇതിലില്ലാത്ത സ്ട്രെസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇത് ജോബ് സ്ട്രെസ്സുമായി ബന്ധപ്പെട്ട തിയറീസും കാര്യങ്ങളാണ്. ദെൻ OB മോഡൽസ്, ഒരുപാട് OB മോഡൽസ് ഉണ്ടായിരുന്നു. OB മോഡൽസ് എന്തെങ്കിലും ക്വസ്റ്റ്യൻ വരും. ദെൻ ലീഡർഷിപ്പുമായി ബന്ധപ്പെട്ട ലീഡർഷിപ്പ് മോഡൽസും ആൻഡ് ലീഡർഷിപ്പിൻ്റെ ഡിഫറെൻ്റ് ആയ ലീഡർഷിപ്പ് സ്റ്റൈൽസും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വരും. ഈ പറഞ്ഞ ഓർഗനൈസേഷൻ സൈക്കോളജിയിൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരും. OB ഈസ് ദ വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്ററാണ് ഈ പറയുന്ന ജാമിയ മില്ലിയ ഇസ്ലാമിയ. അതായത് ജാമിയ മില്ലിയ ഇസ്ലാമിയ അപ്ലൈഡ് കോഴ്സ് പ്രൊവൈഡ് ഈ MA അപ്ലൈഡ് സൈക്കോളജി കൊടുക്കുന്ന ഏരിയയാണ്. അതുകൊണ്ട് തന്നെ അപ്ലൈഡ് പേപ്പറുകൾ അവിടെ കൊടുക്കാൻ സാധ്യത. ദെൻ ഹെൽത്ത് ആയിക്കോട്ടെ, സോഷ്യൽ ആയിക്കോട്ടെ, ഓർഗനൈസേഷൻ സൈക്കോളജി ആയിക്കോട്ടെ, അതുകൊണ്ടാണ് ഇതിന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളത്. ദെൻ അടുത്തൊരു ഏരിയയാണ് റിസർച്ച് മെത്തഡോളജി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഇങ്ങനൊരു ഒറ്റ ഹെഡിങ് മാത്രമാണ്. സിലബസ് നോക്കിയിട്ട് മനസ്സിലാവും, ഇങ്ങനൊരു ഒറ്റ ഹെഡിങ്ങാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ പറയുന്ന ടെസ്റ്റിംഗ് അടക്കമുള്ള സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് അടക്കമുള്ള ഭാഗങ്ങളും മീൻസ് നമ്മൾ റിലയബിലിറ്റി ടെസ്റ്റ് കൺസ്ട്രക്ഷൻ അടക്കമുള്ള റിലയബിലിറ്റി വാലിഡിറ്റി അടക്കമുള്ള ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും തന്നെ റിസർച്ചിനകത്തുള്ള റിസർച്ച് പ്രോസസ്, റിസർച്ച് മെത്തേഡ്, ടൈപ്സ് ഓഫ് മെത്തേഡ്സ് ഓഫ് റിസർച്ചുകൾ, ഈ കാര്യങ്ങൾ റിസർച്ച് മെത്തേഡ്, സ്റ്റാറ്റിസ്റ്റിക്സിനകത്ത് നമ്മൾ മെഷേഴ്സ് ഓഫ് വാരിയബിലിറ്റി, സെൻട്രൽ ടെൻഡൻസി, അതുപോലെ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്, അതുപോലെ തന്നെ നോർമൽ പ്രോബിലിറ്റി കർവ്, പാരാമെട്രിക്, നോൺ പാരാമെട്രിക് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും എന്തിനു വരും, സ്റ്റാറ്റിസ്റ്റിക്സിനകത്തും വരും. നമ്മൾ ഈ പറയുന്ന CUT ഈ വർഷം നമ്മൾ എത്രത്തോളം ഈസി ആക്കി എന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ചിലപ്പോൾ ജാമ്യ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം. കാരണം ജാമ്യക്കകത്ത് ഒരുപാട് ഈ പറയുന്ന മുഴുവൻ സൈക്കോളജിക്കൽ ഡൊമൈൻസിനെയും ഫോളോ ചെയ്തിട്ടുള്ള സിലബസാണ് തന്നിട്ടുള്ളത്. അപ്പോൾ സിലബസിനകത്ത് വളരെ ചെറുതാക്കി തന്നിട്ടുണ്ടായ ഒറ്റ പേജ് പറയുന്ന കാര്യമായിരിക്കും. പക്ഷേ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളെയും അവരെന്തെങ്കിലും കൃത്യമായിട്ട് കവർ ചെയ്യേണ്ടി വരും. ദെൻ അടുത്തൊരു 20 മാർക്ക്, പലപ്പോഴും 80 മാർക്കിന് വേണ്ടി പലപ്പോഴും പഠിക്കും. പക്ഷേ ഈ 20 മാർക്കിന് വേണ്ടി, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 20 മാർക്കിന് വേണ്ടി എന്ത് ചെയ്യാറില്ല, പലരും പഠിക്കാറില്ല എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം. മീൻസ് GK ആൻഡ് കറണ്ട് അഫെയർ. പൊതുവേ നമ്മൾ സൈക്കോളജിയുടെ ആൾക്കാർ ചില ആൾക്കാരെങ്കിലും ചില ഏരിയകളൊന്നും ചിലപ്പം പത്രം വായിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടാൻ സാധ്യതയുണ്ട്. GK ജനറൽ നോളജുമായി ബന്ധപ്പെട്ട കോമൺ ആയിട്ടുള്ള ഇന്ത്യയിൽ ഇപ്പോൾ ലോകത്ത് ഇപ്പോൾ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളും GK റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് എന്താണ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട സാധനങ്ങൾ, അതുപോലെ ഇന്ത്യക്ക് പുറത്തുള്ള പ്രധാനപ്പെട്ട ഹാപ്പിനെസ് ഇൻഡെക്സ് പോലുള്ള ഈ പ്രധാനപ്പെട്ട ഇൻഡെക്സുകൾ, പല സമ്മിറ്റുകൾ, പ്രധാനമായിട്ട് തന്നെ റാങ്കിങ്സ്, ഒരുപാട് റാങ്കിങ്സ് വരാറുണ്ട്. അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻഡെക്സുകൾ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഉയരം കൂടിയത്, ദെൻ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പല സാധനങ്ങളും GK നോക്കുകയാണെങ്കിൽ അതൊക്കെ അറിയാൻ പറ്റും. ദെൻ പ്രധാനപ്പെട്ട പ്രൈം മിനിസ്റ്റേഴ്സ് ആരൊക്കെ, പ്രധാന മിനിസ്റ്റേഴ്സ് ആരൊക്കെ, ഈ പറയുന്ന നമ്മുടെ എഡ്യൂക്കേഷനിൽ എന്തെങ്കിലും കാര്യമായി ഡെവലപ്മെൻറ്റ് വന്നിട്ട് പ്രധാനപ്പെട്ട സമ്മിറ്റുകൾ എന്തൊക്കെയാണ്. ഓക്കെ, അത് നമ്മൾ കറണ്ട് അഫെയറിൽ പറയാം പ്രധാനപ്പെട്ട സമ്മിറ്റുകൾ. ദെൻ പ്രധാനപ്പെട്ട GK-യുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പ്രധാനപ്പെട്ട സമ്മിറ്റുകൾ, അവാർഡ്സ്, ഇന്ത്യയിൽ പ്രൊവൈഡ് ചെയ്യുന്ന അവാർഡ്സുകൾ, മീൻസ് നോബൽ അടക്കമുള്ള, ദെൻ ഓസ്കാർ അടക്കമുള്ള അവാർഡ്സുകൾ, പിന്നെ അതുപോലെ തന്നെ പത്മശ്രീ, പത്മഭൂഷൺ അടക്കമുള്ള അവാർഡ്സുകൾ. ദെൻ അതുമായി ബന്ധപ്പെട്ട നേരത്തെ സമ്മിറ്റുകൾ, പ്രധാനപ്പെട്ട സമ്മിറ്റ്, ഈ പറയുന്ന ബ്രിക്സ് ഉച്ചകോടി, അതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോട്ട ഉച്ചകോടികൾ, പല ഡിഫറെൻ്റ് ആയിട്ടുള്ള സമ്മിറ്റുകളെ കുറിച്ച് കേൾക്കാറുണ്ടല്ലോ. അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും ഈ പറഞ്ഞ ജാമ്യക്ക് സ്ഥിരമായിട്ട് വരാറുണ്ട്. ദെൻ ഇത് കൂടാതെ ഈ പറഞ്ഞ 20-നകത്ത് ചിലപ്പോൾ 5 മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ആ 5 മാർക്ക് എന്ന് പറയുന്നത് ജാമ്യ റിലേറ്റഡ് ഹിസ്റ്ററി ആയിരിക്കും, ജാമ്യയുടെ ഹിസ്റ്ററി ആയിരിക്കും. ഓക്കെ, ജാമ്യയുടെ ഹിസ്റ്ററി, ജാമ്യയുടെ VCയുടെ പേര്, ജാമ്യയുടെ പ്രഥമ VCയുടെ പേര്, ജാമ്യയുടെ ഈ സമയത്ത് ഉണ്ടായിരുന്ന ആരായിരുന്നു, ജാമ്യയുടെ ഈ പറയുന്ന ഫൗണ്ടിങ് ഫാദേഴ്സിനെ കുറിച്ചുള്ളത്, ജാമ്യയുടെ തരാനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ജാമ്യയുടെ മൊത്തത്തിൽ ഹിസ്റ്ററി, ഏത് വർഷത്തിലാണ് സെഞ്ചുറി ആഘോഷിക്കുന്ന വർഷം ഏതാണ്, അങ്ങനെ അടക്കമുള്ള പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ജാമ്യ റിലേറ്റഡ് ആയിട്ട് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ GK ആൻഡ് കറണ്ട് അഫെയർ എന്ന് പറയുമ്പോൾ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള മീൻസ് ഈ കഴിഞ്ഞ 6 മാസത്തിനകത്ത് നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട മുഴുവൻ കാര്യങ്ങളെയും ഫോളോ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത. അപ്പോൾ അത്ര ഏരിയകളും സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് വെക്കുക. ദെൻ പ്രധാനപ്പെട്ട ഓർഗനൈസേഷൻ്റെ ആസ്ഥാനങ്ങൾ, തലസ്ഥാനങ്ങൾ, രാജ്യത്തെ തലസ്ഥാനങ്ങൾ, നാണയങ്ങൾ അടക്കമുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുക, ഒരു ജനറൽ ആയിട്ടുള്ള ധാരണ എല്ലാവരും ഉണ്ടാക്കി വെക്കുക. അതായിരിക്കും 20 മാർക്ക് നേടാനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഈ പറയുന്ന ടോട്ടൽ 100 ക്വസ്റ്റ്യനകത്ത് 80 ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൈക്കോളജിയും. ദെൻ 20 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഈ GK ആൻഡ് കറണ്ട് അഫെയറും. അങ്ങനെയുള്ള 100 മാർക്കിനായിരിക്കും
ജാമ്യ ഉണ്ടായിരിക്കുക. ജാമ്യ ഒരിക്കലും തന്നെ CUT മാതിരി ആയിരിക്കില്ല. ദെൻ മുഴുവൻ ഏരിയകളും കവർ ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കും ജാമ്യ. ദെൻ ജാമ്യയുടെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്തവർക്ക് നോക്കാൻ പറ്റും. ദെൻ ജാമ്യ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് ഈ പറയുന്ന സിലബസിനെ കുറിച്ച് കൃത്യമായി ധാരണ ഉണ്ടായിരിക്കുക, സിലബസിൽ ഒളിഞ്ഞിരിക്കുന്ന യഥാർത്ഥ ഏരിയകളെ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. ദെൻ അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ കൃത്യമായിട്ട് നോക്കുക, ഓരോ വർഷം ട്രെൻഡിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഐഡിയ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ്. യെസ്, നിങ്ങൾക്കൊക്കെ മനസ്സിലായി വിചാരിക്കുന്നു. ജാമ്യയുടെ എക്സാം എങ്ങനെ സിലബസിലൂടെ ക്രാക്ക് ചെയ്യാം എന്ന് നിങ്ങൾക്കൊക്കെ മനസ്സിലായി വിചാരിക്കുന്നു. ദെൻ ജാമ്യയുമായി ബന്ധപ്പെട്ട കൂടുതലായിട്ട് വീഡിയോസും ദെൻ ഏതെല്ലാം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും കാര്യം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും ഡിസ്കസ് ചെയ്യാം. വീണ്ടും കാണുന്നവരെ ബൈ.